Hello students, in the last class we have discussed market and different kinds of market where we are mainly focusing on perfect competitive market. Now we are going to discuss the different types of or the effect on time upon supply. So we know that equilibrium, every firm wants to reach at equilibrium point, and we all know the speciality of that point, because at that point they will earn the maximum profit. എല്ലാ ഫേമിൻ്റെയും മെയിൻ ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. ദേ വാണ്ട് ടു ഗെറ്റ് മോർ പ്രോഫിറ്റ് or they want to earn maximum profit. So there is a point where a firm will be able to earn maximum profit. അതാണ് ആ ഇക്വിലിബ്രിയം പ്രൈസ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി, ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് അതിലൊക്കെ വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് ദി കണ്ടീഷൻ, എപ്പോഴാണ് ഒരു ഫേം ഇക്വിലിബ്രിയം പോയിന്റിലെത്തുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഒരു ഫേം അവർക്ക് മാക്സിമം പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത്. അത് നമ്മൾ ഇന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. നൗ വി ആർ ഗോയിങ് ടു സ്റ്റഡി എഫക്റ്റ് ഓൺ ടൈം അപ്പോൺ സപ്ലൈ. ഇനി പല ടൈം പീരീഡ്സ് ഉണ്ട്. ദറ്റ് ഈസ് വി ക്യാൻ ബേസിക്കലി ക്ലാസിഫൈഡ് ഇൻ ടു 4. ദറ്റ് ഈസ് മാർക്കറ്റ് പീരീഡ്, ഷോർട്ട് പീരീഡ്, ലോങ് പീരീഡ് ആൻഡ് വെരി ലോങ് പീരീഡ്. സോ ഈ ഓരോ പീരീഡിലും അതെങ്ങനെയാണ് സപ്ലൈ എഫക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എഫക്റ്റ് ഓൺ ടൈം അപ്പോൺ സപ്ലൈ. Okay, now the first one is market period, which is also known as very short period. അതാണ് മാർക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത്. വെരി ഷോർട്ട് പീരീഡ്, ദാറ്റ് ഈസ് ദിസ് മേ ബി എ ഡേ ഓർ എ വെരി ഫ്യൂ ഡേയ്സ്, and this period is so short that the supply will be limited to the existing stock. അതായത് നമ്മൾ ഒരു മാർക്കറ്റ് പീരീഡ് വെരി ഷോർട്ട് പീരീഡിലേക്കാണ് ഒരു ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ് സപ്ലൈ ഈസ് ലിമിറ്റഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. നമ്മൾ ഓൾറെഡി ഗുഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതല്ലേ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. സോ ഇറ്റ് സപ്ലൈ ഈസ് ലിമിറ്റഡ് ടു ദി എക്സിസ്റ്റിംഗ് സ്റ്റോക്ക്. ആ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ പിന്നെ നമ്മൾ അടുത്ത പ്രൊഡക്ഷനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്? ദാറ്റ് ഈസ് എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം അതിന് ശേഷമായിരിക്കും പിന്നെ അവർ ഡിസൈഡ് ചെയ്യുക വെദർ ടു ഇൻക്രീസ് ദ സപ്ലൈ ഓർ ടു ഡിക്രീസ് ദി സപ്ലൈ ഓർ ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ ഓർ നോട്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ഡിസൈഡ് ചെയ്യാം. സോ ദ വെരി ഷോർട്ട് പീരീഡ് ഓർ മാർക്കറ്റ് പീരീഡ് ഇസ് മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ദി പെരിഷബിൾ ഗുഡ്സ്. പെരിഷബിൾ ഗുഡ്സ് നമുക്കറിയാം, പെട്ടെന്ന് ചീത്തയാവുന്ന ഗുഡ്സ്. ഫിഷ് ആകാം, അതല്ലെങ്കിൽ വെജിറ്റബിൾസ് ആവാം, ഫ്രൂട്ട്സ് ആകാം, മീറ്റ് ഐറ്റംസ് ആകാം. സോ അങ്ങനെയുള്ള ഗുഡ്സൊക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് സപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല, അല്ലേ? നമ്മൾ ഒരുപാട് പ്രൊഡക്ഷൻ നടത്തിയാൽ അത്രയും സപ്ലൈ ചെയ്ത് മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കാൻ പറ്റണം. അതല്ല എങ്കിൽ അത് പെട്ടെന്ന് ചീത്തയായും പോവും. അപ്പം പെരിഷബിൾ ഗുഡ്സ് ആണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് പീരീഡ് ഈസ് വെരി ഷോർട്ട് പീരീഡ് ഓർ മാർക്കറ്റ് പീരീഡ്, ആൻഡ് വി കനോട്ട് മേക്ക് എ സഡൻ ചേഞ്ചസ് ഇൻ ദി സപ്ലൈ ഓൾസോ. അതായത് ഇപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് കൂടി എന്ന് വിചാരിക്കുക, പക്ഷെ ഇത് വളരെ നമ്മൾ കുറച്ച് ദിവസത്തേക്കാണ് നമ്മളിത് നടത്തുന്നത്, പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്. കാരണം ഇത് പെട്ടെന്ന് ചീത്തയാവുന്നതുകൊണ്ട് വളരെ കുറച്ച് ഡേയ്സാണ് നമ്മൾ മൈൻഡിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഡിമാൻഡ് കൂടിയാലും വി ആർ നോട്ട് എബിൾ ടു മേക്ക് എനി ചേഞ്ചസ് ഇൻ ദി സപ്ലൈ. സോ ആ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് കംപ്ലീറ്റ് ആക്കിയ ശേഷം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ലേബേഴ്സിനൊക്കെ വെച്ചിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ പ്രൊഡക്ഷനൊക്കെ കൂട്ടാൻ പറ്റും. അതാണ് എന്തിൽ വരുന്നത്, വെരി ഷോർട്ട് പീരീഡ് ഓർ മാർക്കറ്റ് പീരീഡിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് സപ്ലൈ കർവ് ഡിമാൻഡ് കൂടിയാലും കുറഞ്ഞാലും സപ്ലൈയിൽ നമ്മൾ വ്യത്യാസം വരുത്താത്തതുകൊണ്ട് ദ സപ്ലൈ കർവ് ഇൻ ദ മാർക്കറ്റ് പീരീഡ് ഇസ് എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇവരെപ്പോഴാണ് ഒരു ഇക്വിലിബ്രിയം പ്രൈസിലെത്തുന്നത്? ഇറ്റ് ഈസ് ദ പ്രൈസ് ഓർ ദി ഇക്വിലിബ്രിയം പ്രൈസ് ഇസ് ദാറ്റ് പ്രൈസ് അറ്റ് വിച്ച് ദി എൻറ്റയർ സപ്ലൈ ഈസ് സോൾഡ്. അതായത് വളരെ കുറച്ച് പ്രൊഡക്ട്സ് ആയിരിക്കും അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുക. ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയാൽ ദേ ക്യാൻ സേ ദാറ്റ്, അതായത് ഏത് പ്രൈസിലാണോ കംപ്ലീറ്റ് അവർക്ക് വിൽക്കാൻ പറ്റുന്നത് ദാറ്റ് പ്രൈസ് ഇസ് കോൾഡ് വാട്ട്, ഇക്വിലിബ്രിയം പ്രൈസ്. അതാണ് മാർക്കറ്റ് പീരീഡ് അല്ലെങ്കിൽ വെരി ഷോർട്ട് പീരീഡിൽ വരുന്നത്. Okay, now the next one is short period. Here also the supply of a commodity can be changed without changing the existing plant and machinery.
അപ്പോൾ ഇത്രയും കൂടി, അതായത് വെരി ഷോർട്ട് പീരീഡ് പോലെയല്ല, കുറച്ചും കൂടി ദിവസം നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. അതാണ് വെരി ഷോർട്ട് പീരീഡിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ ഡ്യൂറബിൾ ഗുഡ്സ്, അതൊന്നും പെട്ടെന്ന് അങ്ങനെ ചീത്തയായി പോവില്ലല്ലോ. അപ്പോൾ ഡ്യൂറബിൾ ഗുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഏത് കാറ്റഗറിയിൽ കൊണ്ടുവരാം? ഷോർട്ട് പീരീഡിൽ കൊണ്ടുവരാം. സോ നമുക്ക് ഇൻ കേസ് പെട്ടെന്ന് ഡിമാൻഡ് കൂടുവാണെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? സപ്ലൈ നമുക്ക് കൂട്ടാൻ പറ്റും അല്ലേ. നമ്മൾ വേറെ പ്ലാന്റ് ആൻഡ് മെഷീനറിയുമായിട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, ലേബേഴ്സിനെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളവിടെ കുറച്ച് നമുക്കറിയാം, ഒരു പ്രൊഡക്ഷനൊക്കെ നടക്കുമ്പോൾ ദർ വിൽ ബി ഫിക്സഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമൈൻസ് സെയിം. അപ്പോൾ നമ്മൾ വേരിയബിൾ ഫാക്ടേഴ്സിൽ എവിടെയൊക്കെ എന്തൊക്കെ ഫാക്ടേഴ്സ് വേരി ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പറ്റും? വി ക്യാൻ ഇൻക്രീസ് ദി നമ്പർ ഓഫ് എംപ്ലോയീസ് ഓർ വി ക്യാൻ ഇൻസ്റ്റാൾ ന്യൂ മെഷീനറി. അത് അത്ര നിർബന്ധമല്ല, എന്നാൽ പോലും നമുക്ക് എന്തെങ്കിലും മെഷീനറി ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഷോർട്ട് റൺ ആയതുകൊണ്ട് മെഷീനറി മേടിക്കുക, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ടൈം പീരീഡ് എടുക്കുന്നതുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ മെഷീനറി ഒന്നും ഇൻസ്റ്റാൾ ചെയ്യാത്തത്. അപ്പോൾ ഓൾട്ടർനേറ്റീവ് നമ്മൾ നോക്കും. അപ്പോൾ യൂഷ്വലി ലേബേഴ്സിൻ്റെ നമ്പർ കൂട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടേക്ക് എത്തുമ്പോൾ ഒരുവിധം നമുക്ക് ചേഞ്ചസുകൾ വരുത്താൻ പറ്റും, ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ഡിമാൻഡ്. സോ ദാറ്റ് ദ പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റീസ് ഡിറ്റർമൈൻ ബൈ ദി സപ്ലൈ, അല്ലെങ്കിൽ ഡിമാൻഡ് സപ്ലൈ നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു പീരീഡിൽ, ഷോർട്ട് പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണത്? പ്രൈസ് ഫിക്സ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഷോർട്ട് പീരീഡിൽ നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയുക? ഷോർട്ട് റൺ നോർമൽ പ്രൈസ് എന്ന് പറയുന്നത്. ദ പ്രൈസ് ദാറ്റ് ഇസ് ഡിറ്റർമൈൻ ഇൻ ദി ഷോർട്ട് പീരീഡ് ഇസ് നോൺ ആസ് ഷോർട്ട് റൺ നോർമൽ പ്രൈസ്. അപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. മാർക്കറ്റ് പീരീഡ് അല്ലെങ്കിൽ വെരി ഷോർട്ട് പീരീഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മെയിൻലി കോൺസെൻട്രേറ്റ് ഓൺ ഓൺലി ഫോർ എ ഫ്യൂ ഡേയ്സ് where we cannot make any sudden changes in the supply even if there is high demand. Why? Because it is mainly concentrated on only for few days. Like for perishable goods, we are just focusing only for few days. അത് കാരണം എന്താണ്? ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഒന്നും നടത്താനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഷോർട്ട് പീരീഡ് എന്ന് പറയുമ്പോൾ ഇത്രയും കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഡേയ്സ് നമ്മൾ മൈൻഡിൽ വെക്കും. കുറച്ചും കൂടി നമ്മൾ സപ്ലൈ കൂട്ടിയാലും എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ഇത്തിരി ഇരുന്നാലും ചീത്തയായി പോവില്ല. അപ്പോൾ നമ്മൾ ഡിമാൻഡ് അനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സപ്ലൈ കൂട്ടാം. അതാണ് എന്തിൽ വരുന്നത്? ഷോർട്ട് പീരീഡിൽ വരുന്നത്. Now long period, and it is a period during which sufficient time is available to change the fixed as well as the variable production factors. So ഇവിടെ നമ്മൾ ഡ്യൂറബിൾ ഗുഡ്സ് ലൈക്ക് വാഷിംഗ് മെഷീനോ അല്ലെങ്കിൽ കൺസ്യൂമബിൾ ഗുഡ്സ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ സപ്ലൈ ചെയ്തു ആൻഡ് വി ഫൗണ്ട് ദാറ്റ് ഇറ്റ്സ് ഡിമാൻഡ് ഇസ് ഇൻക്രീസിങ്. അപ്പോൾ ഒരു കുറേ വർഷത്തേക്ക് അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്ഷൻ നടത്തുന്നത് എങ്കിൽ, സിൻസ് ഇറ്റ് ഇസ് ഫോർ എ ലോങ് പീരീഡ്, നമുക്ക് എന്ത് ചെയ്യാം? ഇഫ് ദർ ഈസ് എനി ചേഞ്ച് ഇൻ ഡിമാൻഡ് വി ക്യാൻ മേക്ക് കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദി സപ്ലൈ. വൈ? ബിക്കോസ് വി ഹാവ് എ ലോട്ട് ഓഫ് ടൈം ടു ചേഞ്ച് ദി പ്ലാന്റ് ആൻഡ് മെഷീനറി, ടു ചേഞ്ച് ദി ലൊക്കേഷൻ. കുറേ ടൈം നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡിമാൻഡിനനുസരിച്ച് നമ്മുടെ സപ്ലൈയും നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. അതാണ് ലോങ് പീരീഡിൽ വരുന്നത്. ഓക്കെ, so the price is determined in the long period is known as long run normal price. അപ്പോൾ ലോങ് പീരീഡ് ആണെങ്കിൽ വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ ദി വേരിയബിൾ ഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ദി ഫിക്സഡ് ഫാക്ടേഴ്സ്. അതേസമയം ഷോർട്ട് പീരീഡിലാണെങ്കിലോ വി ക്യാൻ മേക്ക് ചേഞ്ചസ് ഓൺലി ഇൻ ദി വേരിയബിൾ ഫാക്ടേഴ്സ്. കാരണം എല്ലാ ഫാക്ടേഴ്സിലും ചേഞ്ചസ് വരുത്തുമ്പോഴേക്കും സംഭവിക്കും, ആ ടൈം പീരീഡ് കഴിഞ്ഞു പോകും. പിന്നെയും നമ്മൾ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് ഒരുപാട് നഷ്ടങ്ങൾ നമുക്ക് വരും. അപ്പോൾ ലോങ് പീരീഡ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ടൈം ടു ചേഞ്ച് ദി വേരിയബിൾ ഫാക്ടേഴ്സ്, ഫിക്സഡ് ഫാക്ടേഴ്സ്, ആൻഡ് we can make changes in the supply also according to the change in demand. Okay, now ഇതിനും ഹയർ ആയിട്ട് ഇത്രയും കൂടി വരുന്നതാണ് വെരി ലോങ് പീരീഡ്, വേർ we can make changes in supply according to the changes in demand, and we can make some changes in the size of as the changes in the size of population, supply of raw materials, supply of capital. So
ഇവിടെ വെരി ലോങ് പീരീഡ് എന്ന് പറയുമ്പോൾ എത്ര നാളത്തേക്ക് നമ്മൾ സപ്ലൈ കൂട്ടിയാലും കുഴപ്പമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇൻ കേസ് ഇത്ര ദിവസത്തിനുള്ളിൽ തന്നെ അത് വിറ്റ് പോകണം നിർബന്ധമില്ല. കാരണം അത് പെട്ടെന്ന് ചീത്തയാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ മാറാം, ഡിമാൻഡ് മാറാം, സപ്ലൈ മാറാം, നമ്മുടെ എക്കോണമിയിൽ കുറേ ചേഞ്ചസ് വരാം. സോ വാട്ട് എവർ ഹാപ്പൻസ് വി ക്യാൻ മേക്ക് ഓർ വി ക്യാൻ ഇൻക്രീസ് അവർ സപ്ലൈ ബേസ്ഡ് ഓൺ ദീസ് ചേഞ്ചസ്. സോ അതാണ് എഫക്റ്റ് ഓൺ ടൈം അപ്പോൺ സപ്ലൈ. സോ ഓരോ ടൈം അനുസരിച്ചിട്ട് സപ്ലൈ കർവിൽ വ്യത്യാസങ്ങൾ വരും. വെരി ഷോർട്ട് പീരീഡിലാണെങ്കിൽ വി കനോട്ട് മേക്ക് എനി ചേഞ്ചസ് ഇൻ ദ സപ്ലൈ. സോ ദാറ്റ് സപ്ലൈ കർവ് വിൽ ബി എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. And in the short period, to some extent, we can make changes in the supply, depends upon the demand of the product. Long period very long period ആണെങ്കിൽ and there is no restrictions. Why? Because നമുക്ക് ഇതേപോലെ ഏത് വേരിയബിൾ ഫാക്ടേഴ്സും ഫിക്സഡ് ഫാക്ടേഴ്സ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ചസ് നമുക്ക് വരുത്താനായിട്ട് പറ്റും. ഓക്കെ, അതാണ് എഫക്റ്റ് ഓൺ ടൈം അപ്പോൺ സപ്ലൈയിൽ വരുന്നത്. ക്ലിയർ? നൗ നമുക്ക് 2 പീരീഡാണ് നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫാം ആൻഡ് എ ലോങ് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫാം. അതായത് ഒരു ഷോർട്ട് പീരീഡിലേക്കുള്ള ഗുഡ്സാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും അതിൻ്റെ സപ്ലൈ കർവ് വരുന്നത്, എപ്പോഴാണ് ആ ഒരു പ്രൊഡക്റ്റ് ഇക്വിലിബ്രിയം പ്രൈസിലെത്തുന്നത്, അതാണ് ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് എ ഫാമിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഷോർട്ട് റൺ സപ്ലൈ കർവ്. In the short run, under the perfect competition, at the equilibrium point, E equal to price equal to AR equal to MR equal to MC. ഇതെല്ലാവരും ഒന്ന് ഓർത്തിരിക്കണം. അതായത് പെർഫെക്റ്റ് കോമ്പറ്റേറ്റീവ് മാർക്കറ്റിലാണ് നമ്മളൊരു ഷോർട്ട് പീരീഡിലേക്ക് പ്രൊഡക്ഷൻ നടത്തുകയാണ് എങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ വില അതൊരു 5 റുപ്പി ആണെങ്കിൽ ദാറ്റ് പ്രൈസ് ഈക്വൽ ടു ഇറ്റ്സ് ആവറേജ് റവന്യൂ ആൻഡ് ദി മാർജിനൽ റവന്യൂ. നമ്മളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലെത്തിക്കുമ്പോൾ നമുക്ക് റവന്യൂ, നമുക്ക് ഇൻകം കിട്ടുമല്ലോ, ആ ഇൻകം ദാറ്റ് വിൽ ബി ഈക്വൽ ടു പ്രൈസ്. പ്രൊഡക്റ്റ് 10 രൂപയാണ് എങ്കിൽ അത് വിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന റവന്യൂ എത്ര തന്നെയായിരിക്കും, 10 രൂപയായിരിക്കും. ആൻഡ് ഇറ്റ്സ് കോസ്റ്റ് ഓൾസോ, മാർജിനൽ കോസ്റ്റും സെയിം തന്നെയായിരിക്കും. സോ ദാറ്റ് സിറ്റുവേഷൻ ഈസ് ഷോർട്ട് റൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ വിച്ച് ഇസ് ഇൻ ദ ഷോർട്ട് റൺ പീരീഡ് വെയർ പ്രൈസ് ഈക്വൽ ടു MR ഈക്വൽ ടു AR ഈക്വൽ ടു MC. അതായത് റവന്യൂവും കോസ്റ്റും പ്രൈസും ഈക്വൽ ആയിരിക്കും. മാർജിനൽ കോസ്റ്റ്, മാർജിനൽ റവന്യൂ, മാർജിനൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഫസ്റ്റ് ഇയറിൽ നമ്മൾ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു, സെക്കൻഡ് ഇയറിൽ നമ്മൾ എഗെയിൻ 20 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സോ എക്സ്ട്രാ നമ്മൾ പിന്നെ എത്ര പ്രൊഡ്യൂസ് ചെയ്തു, 10 യൂണിറ്റ്സ് അല്ലേ. ഫസ്റ്റ് ഇയറിൽ 10, സെക്കൻഡ് ഇയറിൽ 20. സോ സെക്കൻഡ് ഇയർ ആയപ്പോൾ നമ്മൾ എക്സ്ട്രാ 10 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. സോ കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് ദി അഡീഷണൽ യൂണിറ്റ്സ് ഇസ് കോൾഡ് മാർജിനൽ കോസ്റ്റ്. ഓക്കെ, കോസ്റ്റ് ഇൻകേർഡ് ഫോർ പ്രൊഡ്യൂസിങ് അഡീഷണൽ യൂണിറ്റ് ഇസ് കോൾഡ് മാർജിനൽ കോസ്റ്റ്. അപ്പോൾ ആ മാർജിനൽ കോസ്റ്റും ഇതേപോലെ നമുക്ക് ഏറ്റവും ആദ്യത്തെ റവന്യൂ 10 ആയിരുന്നു, സെക്കൻഡ് ടൈം നമുക്ക് കിട്ടിയ റവന്യൂ 20. ദാറ്റ് ഈസ് നമ്മുടെ ഔട്ട്പുട്ട് കൂടിയപ്പോൾ നമ്മുടെ റവന്യൂവും കൂടി. അപ്പോൾ എക്സ്ട്രാ അഡീഷണൽ ആയിട്ട് നമ്മൾ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമുക്കതിൽ നിന്ന് കിട്ടിയ റവന്യൂ ആണ് എന്തിൽ വരുന്നത്, മാർജിനൽ റവന്യൂവിൽ വരുന്നത്. സോ ഷോർട്ട് റൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പ്രൊഡക്റ്റ് വിറ്റ ക്യാഷ്, ദാറ്റ് ഇസ് ആ പ്രൈസും ആവറേജ് റവന്യൂ, മാർജിനൽ കോസ്റ്റ്, എവറിത്തിങ് വിൽ ബി ഈക്വൽ. ഓക്കെ, ദെൻ അനദർ കണ്ടീഷൻ ദേ ആർ സെയിങ് ദാറ്റ് MC curve cuts MR curve from below. ദെൻ നമുക്ക് എപ്പോഴും അറിയാം ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടണം. ഈ റവന്യൂ കുറവും കോസ്റ്റ് കൂടുതലാകുമ്പോഴാണ് മിക്കപ്പോഴും എല്ലാ ഫേം ഷട്ട് ഡൗൺ ചെയ്യുന്നത്, ആണല്ലോ. അതായത് അവർക്ക് കിട്ടിയ കോസ്റ്റ് വളരെ കൂടുതലും പക്ഷേ റവന്യൂ ആണെങ്കിൽ ഒന്നുമില്ല. ആ ഒരു പോയിന്റിൽ ഒന്നല്ലെങ്കിൽ ഈക്വൽ ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു പോയിന്റിലൊക്കെയാണ് ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനൊരു അവസ്ഥ വരാൻ പാടില്ല. MC curve cuts MR curve ഫ്രം ബിലോ. നമുക്ക് മാർജിനൽ റവന്യൂ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യും, MC curve നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യും ഫ്രം ബിലോ, താഴത്ത് നിന്ന്. ഇതേപോലെ ഉണ്ടോ, താഴേന്ന് കട്ട് ചെയ്യാം.
ഇവിടെ ഞാൻ ഈ ഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യാം, അതിന് മുമ്പ് ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ആ ഒരു പോയിൻ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. എം സി കർവ് കട്ട്, നമ്മുടെ കോസ്റ്റ് ഷുഡ് കട്ട് ദി എം ആർ ഫ്രം ബിലോ, അതായത് എം സി കോസ്റ്റ് കുറവും റവന്യൂ കൂടുതലായിട്ടും വരണം. ദെൻ പ്രൈസ് ഷുഡ് ബി മോർ ഓർ ഈക്വൽ ടു മിനിമം പോയിൻറ്റ് എ വി സി, ആവറേജ് വേരിയബിൾ കോസ്റ്റും പ്രൈസും മോർ ഓർ ഈക്വൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറച്ച് കണ്ടീഷനാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഒരു ഗ്രാഫ് നോക്കാം. ദിസ് ദ ഗ്രാഫ് വിച്ച് ഷോസ് ദി ഷോർട്ട് റൺ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതിലെ സപ്ലൈ കർവ് ആണ് മെയിനായിട്ട് കാണിക്കുന്നത്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് E1, E2, E3 വിച്ച് ആർ ദി ഇക്വിലിബ്രിയം പോയിൻറ്റ്സ്. നമ്മൾ ക്വാണ്ടിറ്റി സപ്ലൈ ചെയ്തു, പ്രൈസ്, and we know that when price increases, the quantity that we supplied is also increases. അതായത് നമ്മളിപ്പം 5 രൂപക്കാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ 10 ആയിരിക്കും നമ്മുടെ സപ്ലൈ, അത് 10 രൂപയാവുകയാണെങ്കിൽ 20 ആകും. സോ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ എന്ത് ഇൻക്രീസ് ചെയ്യും? യെസ്, നമ്മുടെ സപ്ലൈയും ഇൻക്രീസ് ചെയ്യും. നമ്മളത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതേപോലെ പ്രൈസ്, ക്വാണ്ടിറ്റി അങ്ങനെ നമ്മൾ ഗ്രാഫിൽ ഓരോന്ന് പ്ലോട്ട് ചെയ്തു. ആ പ്ലോട്ട് ചെയ്ത ലൈൻസ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിരിക്കുന്നതാണ് A1, A2, E3 എന്നും പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ദി ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഡിമാൻഡും സപ്ലൈയും ഇത് നമ്മൾ ഗ്രാഫിൽ ജസ്റ്റ് പ്രൈസും ക്വാണ്ടിറ്റി ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് കിട്ടും. ആ ഫിഗർ 6B കണ്ടോ? പ്രൈസിനോട് ചേർന്ന് നമ്മൾ ഓരോ പ്ലോട്ട് നമ്മളിങ്ങനെ കുത്തിട്ട് വെക്കും അല്ലേ, ആ പോയിൻറ്റ്. ഫസ്റ്റത്തെ ക്വാണ്ടിറ്റിയിൽ പ്രൈസ് വരുമ്പോൾ അങ്ങനെ ഓരോ പോയിൻറ്റ് നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരക്കും. ദാറ്റ് ഈസ് ദി സപ്ലൈ കർവ്. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്റും പ്രൈസും സപ്ലൈയും ഈക്വൽ ആയിട്ട് വരുന്ന ഓരോ പോയിൻ്റ് കണ്ടോ? അതാണ് ഇക്വിലിബ്രിയം പോയിൻ്റായിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് പറയുമ്പം ഈ സപ്ലൈ കർവ് തന്നെയാണ് എം സി കർവ്. അതായത് ഷോർട്ട് റണ്ണിൽ P ഈക്വൽ ടു പ്രൈസ് ഈക്വൽ ടു സപ്ലൈ ആൻഡ് ദാറ്റ് സപ്ലൈ ഈക്വൽ ടു എം സി കർവ്. നമ്മൾ എത്ര സപ്ലൈ ചെയ്യുന്നു അതും നമുക്ക് വരുന്ന കോസ്റ്റും ഏകദേശം സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ എം സി കർവ് എന്നും പറഞ്ഞ് അവിടെ പേര് കൊടുക്കുന്നത്. ആക്ച്വലി ഇറ്റ് ഇസ് എ സപ്ലൈ കർവ് ബട്ട് വിച്ച് ഈസ് ഈക്വൽ ടു എം സി. അതുകൊണ്ടാണ് നമ്മൾ എം സിന്ന് എഴുതി. അപ്പം നമ്മൾ മാർജിനൽ കോസ്റ്റ് ലൈനും വരച്ചു, സപ്ലൈ കർവും വരച്ചു, അതുകൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓരോ പോയിൻറ്റും നമ്മൾ പേര് കൊടുത്തു E1, E2, E3 ആൻഡ് ദാറ്റ് ഇസ് ദി ഇക്വിലിബ്രിയം പോയിൻറ്റ്. ഓക്കെ, നൗ എവിടെ വെച്ച് വേണം ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട്? നമ്മൾ നോക്കും നമ്മുടെ ആവറേജ് വേരിയബിൾ കോസ്റ്റും ഓരോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും നമ്മൾ നോക്കും. ആവറേജ് വേരിയബിൾ കോസ്റ്റ്, അതായത് കോസ്റ്റ് വളരെ കൂടുതലായിട്ട് വരികയാണ് ദാൻ അവർ പ്രൈസ്. നമ്മൾ കൊടുക്കുന്ന പ്രൈസിനേക്കാളും കൂടുതൽ കോസ്റ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യണം? ഷട്ട് ഡൗൺ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഗ്രാഫിലെ രണ്ടാമത്തെ ഗ്രാഫ് ജസ്റ്റ് സപ്ലൈ കർവ് മാത്രം കാണിക്കുക. നമുക്ക് തന്നിരിക്കുന്ന ഔട്ട്പുട്ട് സപ്ലൈഡും പ്രൈസും വെച്ചിട്ട് നമ്മൾ ഗ്രാഫ് വരച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുന്നതാണ് സപ്ലൈ കർവ്. ആൻഡ് ദാറ്റ് സപ്ലൈ കർവ് ഇറ്റ്സെൽഫ് ഈസ് ദി എം സി കർവ്. സെയിം നമ്മൾ വരക്കും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഓരോ പോയിൻ്റാണ് ഇക്വിലിബ്രിയം പ്രൈസായിട്ട് നമ്മൾ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ കണ്ടീഷൻസ് എഴുതുമ്പോൾ ഷോർട്ട് റൺ സപ്ലൈ കർവ് ആണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ഇക്വിലിബ്രിയം പോയിൻറ്റ് ഇയിൽ പ്രൈസ് ഈക്വൽ ടു AR ഈക്വൽ ടു MR ഈക്വൽ ടു MC. അതായത് വളരെ ഷോർട്ട് പീരീഡിലേക്കല്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസ് ഒന്നും വരുത്താത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്ന റവന്യൂവും നമുക്ക് ഉണ്ടാവുന്ന കോസ്റ്റ് വിച്ച് ഇസ് ഓൾവേസ് ഈക്വൽ ടു ദി പ്രൈസ്. Then they are saying that MC curve cuts MR curve from below. That is MC marginal cost MR revenue കട്ട് ചെയ്യുക. അതായത് മാർജിനൽ കോസ്റ്റ് കുറവായിരിക്കണം എന്നുള്ള രീതിയിൽ. ദെൻ നമ്മൾ കൊടുക്കുന്ന പ്രൈസ് വിച്ച് ഈസ് മോർ ഓർ ഈക്വൽ ടു മിനിമം പോയിൻ്റ് ഓഫ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അതേപോലെ വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. അതും വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ആവറേജ് വേരിയബിൾ കോസ്റ്റ് അതും വളരെ കൂടുതലാണ് എങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് പറയണത്? കോസ്റ്റ് കൂടുതലാകുമ്പോൾ നമുക്ക് എങ്ങനെ നിന്നാലും പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ പ്രൈസ്, നമ്മൾ വിൽക്കുന്ന പ്രൈസ് ദാറ്റ് അറ്റ്ലീസ്റ്റ് ഷുഡ് ബി ഈക്വൽ ഓർ മോർ ദാൻ ദി ആവറേജ് വേരിയബിൾ കോസ്റ്റ്. ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് പോയിൻ്റാണ്? റവന്യൂവും കോസ്റ്റും ഈക്വൽ ആയിട്ട് വരുന്ന, നമുക്ക് പ്രത്യേകിച്ച് പ്രോഫിറ്റോ ലോസും ഇല്ലാതെ വരുന്ന പോയിൻ്റാണ് ഷട്ട് ഡൗൺ പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ,
So under perfect competition, a firm produces an output at which marginal cost equals price. അഡീഷണൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ വരുന്ന കോസ്റ്റും ഓരോ പ്രാവശ്യം പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലെത്തിക്കുന്ന ആ പ്രൈസും രണ്ടും ഈക്വൽ ആയിരിക്കണം. മാർജിനൽ കോസ്റ്റ് ഈക്വൽസ് പ്രൈസ്. ആൻഡ് ഇപ്പോൾ നമ്മൾ ചാർജ് ചെയ്തപ്പോൾ മാർജിനൽ കോസ്റ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഹയർ പ്രൈസ് ചാർജ് ചെയ്താലോ, ഇഫ് ദി പ്രൈസ് ഈസ് ഹയർ ദാൻ ദി മാർജിനൽ കോസ്റ്റ്, പിന്നെ അവരെന്ത് ചെയ്യണം? The firm will expand its output until its marginal cost equals price. Marginal cost കൂടിയാലും കുറഞ്ഞാലും they should try to make it equal. Price equal to MC വന്ന രീതിയിൽ അവർ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നടത്തും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഷോർട്ട് റൺ സപ്ലൈ കർവിൽ വരുന്നത്. ആദ്യത്തെ 4 കണ്ടീഷനാണ് മെയിനായിട്ട് നോക്കുന്നത് ഷോർട്ട് റൺ സപ്ലൈ കർവിൽ. ആൻഡ് ദിസ് ഈസ് ദി ഗ്രാഫ്. Second graph 6b, which shows only the supply curve, and the first graph here we can see that supply curve itself is the MC curve, and there will be average variable cost. Average variable cost ആദ്യം കുറഞ്ഞു പിന്നെ അത് കൂടി വരുന്നുണ്ട്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് ഒത്തിരി കൂടിയാൽ നമ്മൾ അവിടെ വെച്ച് ഷട്ട് ഡൗൺ ചെയ്യേണ്ടി വരും. വേരിയബിൾ കോസ്റ്റ് എപ്പോൾ പ്രൈസുമായിട്ട് ഈക്വൽ ആകുന്നു അവിടം വരെ നമുക്ക് ഓക്കെ. പിന്നെ കോസ്റ്റ് കൂടിയാൽ പിന്നെയും നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയുമാണ് എന്തിൽ വരുന്നത്? ഷോർട്ട് റൺ സപ്ലൈ കർവ് ഓഫ് ഫേമിൽ വരുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.